ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 63-ാം അധ്യായം 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. 8-ാം വാക്യത്തിൽ, അവർ എൻ്റെ ജനം കപടം കാണിക്കാത്ത മക്കൾ തന്നെ എന്ന് പറഞ്ഞ് അവൻ അവർക്ക് രക്ഷിതാവായി തീർന്നു. അപ്പം തന്നോട് ഉടമ്പടി ചെയ്ത തൻ്റെ ജനം നുണ പറയത്തില്ല, കപടം കാണിക്കത്തില്ല എന്നാണ് ദൈവത്തിൻ്റെ പ്രതീക്ഷ. ദൈവം തൻ്റെ സത്യസന്ധതയിൽ തൻ്റെ ജനത്തിന് വേണ്ടി മുന്നേറാൻ പോവുകയാണ്. വ്യാജമായതൊന്നും അവരിൽ ഇല്ല. അതുകൊണ്ട് ദൈവം അവരുടെ രക്ഷകനായിരിക്കും. 9-ാമത്തെ വാക്യത്തിൽ, അവരുടെ കഷ്ടതയിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു, അവൻ്റെ സമ്മുഖദൂതൻ അവരെ രക്ഷിച്ചു, തൻ്റെ സ്നേഹത്തിലും കനിവിലും അവൻ അവരെ വീണ്ടെടുത്തു, പുരാതന കാലത്തൊക്കെയും അവൻ അവരെ ചുമന്നുകൊണ്ട് നടന്നു. നാം അനുഭവിക്കുന്ന കഷ്ടങ്ങളൊക്കെയും മശിഹ വഹിച്ചു. നമുക്ക് കിട്ടേണ്ടുന്ന ശിക്ഷ മശിഹ വഹിച്ചു. സമ്മുഖദൂതൻ എന്നാൽ ഒരു പ്രത്യേക ദൗത്യവുമായിട്ട് അയക്കപ്പെട്ട ദൂതനാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ദൂതന്മാർ. ദൈവജനത്തെ ഈ ദൂതൻ രക്ഷിച്ചു. ദൈവത്തിൻ്റെ സ്നേഹത്തിലും കനിവിലും ദൈവം തൻ്റെ ജനത്തെ വീണ്ടെടുത്തു. ഇസ്രായേൽ ജനത്തിൻ്റെ മേൽ അന്ത്യകാലം വരെയും ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കും. ദൈവം അവരെ ഉയർത്തിയിട്ട് അവരെ ചുമന്നുകൊണ്ട് നടന്നു. ഒരു ശേഷിപ്പ് അവസാനം വരെ ഉണ്ടാവും. ഈ ശേഷിപ്പിന് മശിഹായെ മനസ്സിലാക്കാൻ കഴിയും. ആദ്യം മശിഹ വന്നപ്പോൾ അവർ മശിഹായെ തള്ളിക്കളഞ്ഞവരാണ്. എന്നാൽ ഈ ശേഷിപ്പ് മശിഹായിലേക്ക് തിരിയും. അവർ മശിഹായെ തിരിച്ചറിയും. മശിഹായുടെ കൈകളും കാലുകളും തുളയ്ക്കപ്പെട്ട മുറിവുകൾ കാണുമ്പോൾ അവർ തള്ളിക്കളഞ്ഞ മശിഹ ആണെന്ന് അവരറിഞ്ഞ് അവർ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കും. അവർ കുത്തിയവങ്കിലേക്ക് തിരിയും. 10-ാമത്തെ വാക്യത്തിൽ, എന്നാൽ അവർ മത്സരിച്ച് അവൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു, അതുകൊണ്ട് അവൻ അവർക്ക് ശത്രുവായി തീർന്നു, താൻ തന്നെ അവരോട് യുദ്ധം ചെയ്തു. ഈ ജനം മുമ്പ് ദൈവവചനവും ദൈവകൽപ്പനയും ദൈവിക വാഗ്ദത്തങ്ങളും തള്ളിയിരുന്നവരാണ്. അപ്പോൾ അവർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചിരുന്നു. അപ്പോൾ ദൈവം അവർക്ക് ശത്രുവായിരുന്നു. നാം ദൈവത്തോട് മത്സരിക്കുമ്പോൾ നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തു നമ്മുടെ ശത്രുവായിത്തീരും. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കരുത്. 11-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ അവൻ്റെ ജനം മോശയുടെ കാലമായ പുരാതന കാലം ഓർത്തു പറഞ്ഞത്, അവരെ തൻ്റെ ആടുകളുടെ ഇടയനോടുകൂടെ സമുദ്രത്തിൽ നിന്ന് കരയേറ്റുമാറാക്കിയവൻ എവിടെ? അവരുടെ ഉള്ളിൽ തൻ്റെ പരിശുദ്ധാത്മാവിനെ കൊടുത്തവൻ എവിടെ? മോശ ദൈവത്തിൻ്റെ ജനത്തെ വീണ്ടെടുത്ത് മരുഭൂമിയിലൂടെ കനാനിലേക്ക് കൊണ്ടുവന്നു. മോശയെ കുറിച്ച് പറയുന്നിടത്തെല്ലാം വീണ്ടെടുപ്പുകാരൻ എന്നാണ് പറയുന്നത്. മോശയാണ് ഇസ്രായേൽ ജനത്തെ വീണ്ടെടുത്തത്. എങ്കിലും അവരുടെ ഇടയൻ മശിഹ ആയിരുന്നു. ദൈവത്തോട് ഉടമ്പടി ചെയ്യുന്നവർക്ക് നൽകുന്ന ദാനമാണ് ഈ പരിശുദ്ധാത്മാവ്. തൻ്റെ ജനത്തിൻ്റെ മേൽ ദൈവം പരിശുദ്ധാത്മാവിനെ പകരും. 12-ാമത്തെ വാക്യത്തിൽ, തൻ്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കൈക്കൽ ചെല്ലുമാറാക്കി തനിക്ക് ഒരു ശാശ്വത നാമം ഉണ്ടാക്കേണ്ടതിന് അവരുടെ മുമ്പിൽ വെള്ളം വിഭാഗിക്കുകയും. അപ്പോൾ ഭുജം എന്ന് മശിഹായെയാണ് പറയുന്നത്, മശിഹയെക്കുറിച്ചാണ് പറയുന്നത്. മോശയായിരുന്നു ഇസ്രായേൽ ജനത്തെ വീണ്ടെടുത്തത്. മോശ ദൈവത്തിന് ഒരു ശാശ്വത നാമം ഉണ്ടാക്കി. എന്നാൽ മോശ പ്രവർത്തിച്ചത് ദൈവത്തിൻ്റെ നാമം ശാശ്വതമാക്കാനായിട്ടാണ്. മോശ ദൈവത്തോട് വിശ്വസ്തനായിരുന്നു. മിസ്രൈമിൽ നിന്ന് തൻ്റെ ജനത്തെ പുറത്തു കൊണ്ടുവരാൻ മോശയുടെ ഉപദേശം ഇസ്രായേൽ ജനം കേൾക്കണമായിരുന്നു. അതുപോലെ തന്നെ മശിഹായുടെ ഉപദേശം കേട്ട് പാപങ്ങൾ വിട്ടുകളഞ്ഞ് നമ്മൾ പുറത്തു വരുന്നെങ്കിൽ സ്വർഗീയ കനാനിൽ നമ്മൾക്ക് ചെല്ലാനായിട്ട് ഇടയായിത്തീരും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, എൻ്റെ കർത്താവേ, അപ്പ അങ്ങയോട് മത്സരിക്കുവാൻ, അങ്ങയുടെ വചനത്തോടോ ദൈവിക വാഗ്ദത്തങ്ങളോടോ കർത്താവേ അപ്പാ യേശു മത്സരിച്ച് ഞങ്ങൾ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുവാൻ ഒരിക്കലും ഇടയാവല്ലേ കർത്താവേ. യേശു അങ്ങയുടെ വചനപ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശുവേ. അപ്പം അങ്ങയുടെ ഇഷ്ടം ചെയ്ത് കർത്താവേ അപ്പാ സ്വർഗത്തിലെത്തുവോളം അങ്ങയുടെ സ്നേഹിതരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.